തിരുവനന്തപുരത്തെ BJP കൗൺസിലർ ആർ സുഗതന് വിയൂർ സെൻട്രൽ ജയിലിൽ വെച്ച് നാളെ സത്യപ്രതിജ്ഞ നടത്താം. വളരെ പ്രധാനപ്പെട്ട വാർത്ത. ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. ആഭ്യന്തര വകുപ്പ് ഹൈക്കോടതിയിൽ നിലപാടറിയിക്കും. കാപ്പ കേസിൽ പ്രതിയായതിനാൽ ആർ സുഗതനെ ജയിലിന് പുറത്തുവിടാനാകില്ലെന്നും സംസ്ഥാന സർക്കാർ അറിയിച്ചു. നാളെ രാവിലെ 11 മണിക്കാണ് സുഗതന്റെ സത്യപ്രതിജ്ഞ തീരുമാനിച്ചിരിക്കുന്നത്. ശ്യാം ദേവരാജ് ചേരുന്നു. ശ്യാം ദേവരാജ്, ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കണം എന്നാണോ സംസ്ഥാന സർക്കാരും ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്? കാപ്പ കേസ് പ്രതിയായതുകൊണ്ട് പുറത്തുവിടാനാവില്ല, അതുകൊണ്ട് ജയിലിൽ വെച്ച് സത്യപ്രതിജ്ഞ എന്നുള്ളതാണ് തൽക്കാലം BJPയുടെ ഒരു ഭീഷണി മാറുകയാണോ? ആർ സുഗതൻ, തിരുവനന്തപുരത്തെ BJP കൗൺസിലർ ആർ സുഗതൻ ആവശ്യപ്പെട്ടിരുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിൽ ഹാളിൽ വെച്ചാണ് നാളെ രാവിലെ 11 മണിക്ക് സത്യപ്രതിജ്ഞ നടത്തുന്നത്. അതിൽ നേരിട്ട് പങ്കെടുത്ത് സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള അവസരം നൽകണമെന്നായിരുന്നു. പക്ഷേ അക്കാര്യത്തെ സംസ്ഥാന സർക്കാർ എതിർക്കുകയാണ്. പകരം എന്താണ് സംവിധാനം എന്ന് ഹൈക്കോടതി നേരത്തെ ചോദിച്ചിരുന്നു. ജയിലിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്യാനാകുമോ എന്ന കാര്യവും കൂടി സർക്കാരിനോട് നിലപാടറിയിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഈ ചോദ്യം സർക്കാരിനോട് ഉന്നയിച്ചത്. ഇക്കാര്യത്തിലാണ് സംസ്ഥാന സർക്കാർ ഇന്ന് മറുപടി നൽകുക. BJP കൗൺസിലർ ആർ സുഗതന് വിയൂർ സെൻട്രൽ ജയിലിൽ വെച്ച് സത്യപ്രതിജ്ഞ നടത്താം, അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കാമെന്നാണ് സംസ്ഥാന സർക്കാർ ഇന്ന് ഹൈക്കോടതിയിൽ നിലപാട് അറിയിക്കുക. സംസ്ഥാന ആഭ്യന്തര വകുപ്പാണ് ഇത് സംബന്ധിച്ച നിലപാട് ഹൈക്കോടതിയിൽ ഇന്ന് അറിയിക്കുന്നത്. പക്ഷേ ഒപ്പം കഴിഞ്ഞ വെള്ളിയാഴ്ച തന്നെ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരുന്ന പ്രധാനപ്പെട്ട കാര്യം, നിലവിൽ കാപ്പ കേസിൽ പ്രതിയാണ്, റിമാൻഡിലാണ് ആർ സുഗതൻ. അതുകൊണ്ട് തന്നെ ആർ സുഗതനെ ജയിലിന് പുറത്തേക്ക് വിടാനാകില്ല എന്ന കർശനമായ നിലപാട് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ആർ സുഗതന് സത്യപ്രതിജ്ഞയ്ക്ക് അനുമതി തേടി ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ഹൈക്കോടതി ഈ രീതിയിലുള്ള ഒരു നിലപാട് സർക്കാരിനോട് ചോദിക്കുന്നു. സർക്കാർ പറയുന്നത് ആർ സുഗതനെ പുറത്തേക്ക് വിടാനാകില്ല, ജയിലിനുള്ളിൽ സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള അവസരം നൽകാം എന്ന കാര്യം. ഓക്കെ, അപ്പോൾ സുഗതന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാനാവില്ല, ജയിലിനുള്ളിൽ നിന്ന് തന്നെ സത്യപ്രതിജ്ഞ ചെയ്യാമെന്നുള്ളതാണ്. ഇനി ജയിലിനുള്ളിലാണെങ്കിലും പുറത്താണെങ്കിലും സുഗതൻ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യുന്നത് BJPയെ സംബന്ധിച്ച് അല്പം ആശ്വാസമുള്ളൊരു കാര്യമാണ്. സുഗതൻ സത്യപ്രതിജ്ഞ ചെയ്തില്ലെങ്കിലോ സുഗതൻ അയോഗ്യനാവും. സുഗതൻ അയോഗ്യനായാലോ BJPയുടെ ഭൂരിപക്ഷം കുറയും. BJPയുടെ ഭൂരിപക്ഷം കുറഞ്ഞാലോ BJPക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ നഷ്ടമാകും. അതിൽ നിന്ന് BJP ഇപ്പോൾ രക്ഷപ്പെട്ടിരിക്കുന്നു. സംസ്ഥാന സർക്കാർ കോടതി അറിയിച്ചിരിക്കുന്നു വിയൂർ ജയിലിൽ അതിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കാം എന്നുള്ളത്. വിയൂർ ജയിലിൽ നിന്ന് തടവുകാരനെ കാപ്പ കേസ് പ്രതിയായ സുഗതൻ സത്യപ്രതിജ്ഞ ചെയ്യും.